ഹലോ ഗായ്സ്, ഇതാണ് ഞവരയരി. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. 6 മാസം കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു പോഷക ഗുണം നല്ല കൂടുതലാണ്. നമ്മൾ നോർമലായിട്ട് വെള്ളച്ചോറും ഒക്കെ കൊടുക്കുന്നേക്കാളും നല്ലതാണ്. നമുക്കിതൊരു കുറച്ച് കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾക്ക് ഉച്ചയ്ക്കോ രാവിലെയോ സമയങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഞവരയരി. ഇതിപ്പം എൻ്റെ മോന് ഇപ്പം 11 മാസമായിട്ടുണ്ട്. അപ്പോൾ അവന് ഞാനിത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 1/2 ഗ്ലാസ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഞാൻ എടുക്കുന്ന ഒരു കപ്പ് വെച്ചിട്ടുണ്ട്. അതിന് ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിന് കൂട്ട് നമ്മൾ ഒരു ചെറിയൊരു പിടി പയറും കൂടെ നമ്മൾ രാത്രിയിൽ വെള്ളത്തിയിട്ട്, ചില ദിവസം രാത്രി നമ്മൾ വെള്ളത്തിയിട്ടൊന്ന് കുതിരണം. ഞവരരിക്ക് ഒരു ഇച്ചിരി കട്ടിയുണ്ട്. നമ്മൾ വേവാൻ കുറച്ച് താമസമാണ് ഇങ്ങനെ പോയാലും. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചിങ്ങനെ വേവാനുള്ള എളുപ്പമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ്, ഞാൻ വെജിറ്റബിൾസ് എല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത് വേവിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കാണ്. ഞാനിപ്പം ഒരു 4 ദിവസത്തേക്കൊക്കെ നമ്മളിങ്ങനെ ആക്കി വെച്ചേക്കും. അപ്പം അത് അപ്പം കെട്ട് പോകാതിരിക്കുകയും ചെയ്യും. വെജിറ്റബിൾസേ കുറച്ചല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. കുക്ക് ചെയ്ത് നമ്മളത് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് വേണ്ട. കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് എടുക്കാം. നമ്മൾ പിന്നെ കൊടുക്കുന്ന ഒരു എമൗണ്ട് വെച്ച് ഞാനൊരു 4 ദിവസത്തേക്കൊക്കെ അവനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഇത് പിന്നെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇത് പിന്നെ നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ പച്ചക്ക് ഇങ്ങനെ ഇട്ടാലും മതി കേട്ടോ. ഞാൻ പിന്നെ അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാനും കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്കൊരു എളുപ്പത്തിന് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നതാണ്. ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി വേവുള്ളതായതുകൊണ്ട് നമ്മൾ കുറച്ചേറെ വെള്ളം വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഇത് കുറുകി വരുമ്പോഴത്തേക്കും അടിക്ക് പിടിക്കും. ഞാനിപ്പോൾ എന്തായാലും ഇത്രയും വെള്ളം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറ്റും നന്നായിട്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ചേർക്കാതിരിക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ അടച്ച് ഉപ്പൊന്നും ചേർക്കരുത് കേട്ടോ. ഉപ്പൊന്നും ചേർക്കാതെ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചേക്കണം. അപ്പോൾ നമ്മളിത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 വിസിലൊക്കെ വരുന്നിടം വരെ ഇരിക്കണം. ഞാൻ സിമ്മിലിട്ട് ഫസ്റ്റ് വിസിൽ വരണം. ഫസ്റ്റ് വിസിൽ വന്ന് ഒരു 5 വിസിലാകുന്നിടം വരെ വെക്കും. എന്നാലും നമുക്കത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. നമ്മൾ കൈ കൊണ്ട് ഉടയ്ക്കുന്നേക്കാളും നല്ലത് നന്നായിട്ട് ഉടഞ്ഞ് തന്നെ കിട്ടും നമുക്ക്. ഏകദേശം ഒരു 5-6 വിസിലൊക്കെ കഴിഞ്ഞ് ഞാനിത് എയറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ നമ്മൾ എത്ര അത്യാവശ്യം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അടിക്കൊരു സ്വല്പം വെള്ളം ഉണ്ടെന്നേ ഉള്ളൂ, അടിക്ക് പിടിച്ചിട്ടില്ല. ഈ അരി നമ്മൾ എത്ര വേവിച്ചാലും ഈ അരി ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉടയ്ക്കും തോറും കുഴപ്പമില്ല, അത്യാവശ്യം നോർമലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ തീരെ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇത് ചവയ്ക്കാനൊക്കെ, പല്ലില്ലാത്തത് കൊണ്ട്. ജസ്റ്റ് നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് കൊടുക്കുമായിരിക്കും. ആ തരിതരിപ്പോടെ കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരി ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ചോറ് വെക്കുന്ന പോലെ കുക്കറിലിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാലും കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എൻ്റെ മോന് ഉച്ചയ്ക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ രാവിലെയോ ഉച്ചയ്ക്കോ ഒക്കെ വേണേൽ കൊടുക്കാം. അതിൻ്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വെള്ളച്ചോറും അങ്ങനെയുള്ള കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്. ഇതാകുമ്പോൾ പ്രതിരോധശേഷി, പോഷകഗുണം വളരെ കൂടുതലുള്ള അരിയാണ്. അപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്.